പിന്നെ ഉണ്ണേട്ടാ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ പറ്റിയില്ലേ? ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനെന്താ നിങ്ങൾ അതിനൊരു 65% വണ്ടി ടയറും കാര്യങ്ങളൊക്കെ ഓടാനുണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത നല്ല കണ്ടീഷൻ വണ്ടി, ക്ലിക്കുഞ്ഞ വണ്ടി. നിങ്ങൾ ലോൺ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് ഓടാം. വേറെ ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആക്കി ഞാൻ ക്ലിയർ ആക്കി കൊടുക്കും. ബാലൻസ് നമുക്ക് ലോൺ ചെയ്യാം. ഏതായാലും എനിക്ക് ആ വണ്ടി ചെറുതൊന്ന് മാറ്റിയിട്ട് വലിയൊരു വണ്ടി ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഏതായാലും നടന്നല്ലോ. ഇപ്പൊ തൃപ്തിയായല്ലോ അല്ലെ? തൃപ്തിയായി, കുഴപ്പമില്ല. പിന്നെ ആ പഴയ വണ്ടിക്ക് എന്തെങ്കിലും കുറച്ച് പൈസ കൂട്ടി തരിട്ടങ്ങള്. കാരണം ഇതിന്റെ പൈസ കിട്ടിയിട്ട് ആ ലോണിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ വേറെ എവിടെ പോവാതെ നിങ്ങളെടുത്തേക്ക് തന്നെ വന്നത് അതിന് വേണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം. നമ്മളത് മാക്സിമം കയറ്റിയിട്ടാണ് നിങ്ങൾക്ക് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ വണ്ടി അത് 75% ടയറും അതിന്റെ ഡോർമത്തെ പെയിന്റ് ഒക്കെ രണ്ടാമത് അടിക്കണം ഞങ്ങൾ. അത് മാത്രമല്ല, ഡോർ ആണെങ്കിൽ നമ്മൾ തുറന്നു അടച്ചു ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ തുറക്കണം. അതാണ് അപ്പൊ അതിന്റെയൊക്കെ ചെറിയ ഇതൊക്കെ കുറച്ച് കുറവ് വന്നത് അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. കിട്ടിയ വണ്ടി പക്ക വണ്ടിയാണ്. എന്നാ പിന്നെ ഒരു മൂപ്പര് പോയിക്കോട്ടെ. നമ്മൾ പോയിക്കോളി. ഞങ്ങൾക്ക് ആ പഴയ വണ്ടിന്റെ ഞങ്ങളെ വണ്ടിന്റെ റിവ്യൂ ഒന്ന് ഇടണം. എന്നാ പെട്ടാലേ നമുക്ക് അത് കയറ്റി വിടാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ, നോക്കാം. ചങ്കളെ ഇങ്ങോട്ട് നോക്കി ഒരു അടിപൊളി കിളിക്കുഞ്ഞ് വണ്ടിയാണ് നമ്മളിവിടെ സെയിലിന് വന്നിരിക്കുന്നത്. എല്ലാരും ശ്രദ്ധിച്ചോളുന്നു. സൂപ്പർ വണ്ടിതാ കേട്ടോ. ഈ ഡോറൊക്കെ തുറന്ന ഒരാൾക്കുള്ളിൽ അങ്ങനെ പോയാൽ നല്ല സ്മൂത്ത് വണ്ടിയാണ് കേട്ടോ. ഓട്ടാനൊക്കെ നല്ല ബെസ്റ്റ് വണ്ടിയാണ്. ടയറിന്റെ കാര്യം 75% ടയറാണ് കേട്ടോ. ഫുള്ള് ടയർ, അടിപൊളി ടയർ. പിന്നെ ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ഇന്റീരിയർ ആണ് കേട്ടോ. ഒരു കുടുംബത്തിന് സഞ്ചരിക്കാൻ ഇത് മതി ട്ടോ. വണ്ടി എന്ന് പറഞ്ഞാൽ സൂപ്പർ വണ്ടിയാണ്. എല്ലാരും പോകുന്നോളൂ. അടിപൊളി വണ്ടി. ഗ്ലാസ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. കമ്പനി ഗ്ലാസ് ആണ് കേട്ടോ. കമ്പനി ഗ്ലാസ്, ഒന്നും പറയാല്ല. അപ്പൊ വന്നോളിട്ട മക്കളെ, ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോയിക്കോളി. നല്ല കിണ്ണം കാച്ചി വണ്ടി, കിളിക്കുഞ്ഞു വണ്ടി. എനിക്കിന്റെ ആ പഴയ വണ്ടിനെ മതി. അതെന്തുണ്ടേട്ടാ? ഇത്രയും മെജുള്ള വണ്ടി ഞാൻ എന്തിനാ കൊടുക്കണേ? അല്ല, അപ്പൊ കച്ചവടമൊക്കെ കഴിഞ്ഞല്ലോ ഉണ്ണേട്ടാ. അതിപ്പോ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ എങ്ങനെ? നമ്മളിപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞാലേ. അതൊക്കെ പരിപാടിയാണ്. ഞാൻ എന്തിനാ ഈ വണ്ടി കൊടുക്കണം? നിങ്ങളല്ലേ ഇതിന്റെ മെച്ചം ഇങ്ങനെ പറഞ്ഞത്. ടയർ 75% ഉണ്ട്, ബോഡി നല്ല ഓക്കെയാണ്, ഇന്ത്യയിൽ നല്ല ക്ലിയർ ആണ്, ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്. ഞാനും ഫാമിലി ആയിട്ടല്ലേ പോണ്. ഇതെന്താ ഞാൻ അത് കൊടുക്കണേ? ഇതാണ് മാറിക്കാന്നാ നിസറ കരിക്കാച്ച്. ഞാൻ എന്ത് തേങ്ങാക്കൊലൊക്കെ ഈ ഇത്രയും നല്ലൊരു വണ്ടിയൊക്കെ കൊടുക്കണം വെറുതെ.